കറ്റാനം കട്ടച്ചിറ പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കുന്നത് പോലീസ് തടഞ്ഞു. ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട പള്ളിപ്പറമ്പിൽ പീടികയിൽ അമ്മിണി രാജന്റെ മൃതദേഹം സംസ്കരിക്കുന്നതാണ് തടഞ്ഞത്. വർഷങ്ങളായി യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ തർക്കം നിലനിൽക്കുന്ന പള്ളിയാണിത്. ഇവരുടെ ചെറുമകൻ യാക്കോബായ സഭ വൈദിക വിദ്യാർത്ഥിയാണ്. ഇദ്ദേഹം സെമിത്തേരിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന നിലപാടാണ് പ്രതിഷേധത്തിനും സംഘർഷാവസ്ഥയ്ക്കും കാരണമായത്. സഭാതർക്കം നിലനിൽക്കുന്ന കട്ടച്ചിറ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷം ഉടലെടുത്തത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച യാക്കോബായ സഭാവിശ്വാസി പറമ്പിൽ പീടികയിൽ അമ്മിണി രാജന്റെ മൃതദേഹം സംസ്കരിക്കാൻ പള്ളി സെമിത്തേരിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ പോലീസിന്റെയും മാവേലിക്കര തഹസീൽദാരുടെയും നേതൃത്വത്തിൽ പള്ളിക്ക് മുന്നിൽ തടഞ്ഞതാണ് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കിയത്. അമ്മിണി രാജന്റെ ചെറുമകൻ യാക്കോബായ സഭ വൈദിക വിദ്യാർത്ഥിയാണ്. സഭാവസ്ത്രം ധരിച്ച് ചെറുമകനെ സെമിത്തേരിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സഭാവസ്ത്രം ധരിച്ച യാക്കോബായ വിശ്വാസിയായ ചെറുമകൻ സെമിത്തേരിയിൽ പ്രവേശിക്കുന്നതിനെതിരെ കളക്ടറുടെ ഉത്തരവുണ്ടെന്ന് പറഞ്ഞാണ് പോലീസും റവന്യൂ അധികൃതരും തടഞ്ഞത്. ഇത് വിശ്വാസികളും റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. തുടർന്ന് യാക്കോബായ വിശ്വാസികൾ മൃതദേഹം മൊബൈൽ മോർച്ചറിയിലേക്ക് മാറ്റി പള്ളിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയായിരുന്നു. മൃതശരീരം സംസ്കരിക്കുന്ന ഇടവകയിൽപ്പെട്ട പറമ്പിൽ അമ്മിണി രാജന്റെ മൃതശരീരം സംസ്കരിക്കുന്നതിന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചെറുമകൻ ഷെമ്മാശനാണെന്ന കാരണത്താൽ പറ്റുകയില്ല എന്ന ഒരു വാദത്തിൽ തഹസീൽദാരും പോലീസ് ഉദ്യോഗസ്ഥരും മൃതശരീരം ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ യാക്കോബായ വിഭാഗവുമായി നടത്തിയ രണ്ടാംഘട്ട ചർച്ചയിൽ ചെറുമകനെ സെമിത്തേരിയിൽ കയറ്റാമെന്ന് ധാരണയായി. ഇതേ തുടർന്ന് മൃതദേഹവുമായി പള്ളിക്ക് മുന്നിൽ നടത്തിയ 5 മണിക്കൂർ നീണ്ട സമരം വിശ്വാസികൾ അവസാനിപ്പിച്ചു. എട്ട് മണിക്കൂറായിട്ട് ശവം ഈ മോർച്ചറിക്ക് വെളിയിൽ തണുപ്പില്ലാതിരിക്കുകയാണ്. ഏത് സമയത്ത് ഡീക്കേഡാവുന്ന അവസ്ഥയിലാണ്. എൻ്റെ പപ്പ 2 ദിവസമായിട്ട് ഹോസ്പിറ്റലിലാണ്. അമ്മച്ചേട്ടൻ പറഞ്ഞവർ വരും വീണ്ടും പോകും. പപ്പായ്ക്ക് ഇപ്പം തീരെ വയ്യാതെ പപ്പായ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ എന്തിനായാലും എനിക്ക് മനസ്സിലാവില്ല. ഞങ്ങളാണെങ്കിൽ ഞാൻ ഈ കുപ്പായിട്ടതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. രാത്രി 9 മൃതദേഹം സെമിത്തേരിയിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, കറ്റാനം.